ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ആ രക്ഷകനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എനിക്ക് എന്താണ് സംഭവിച്ചത്, എനിക്കറിയണമെന്ന് പറയുമ്പോ ആ രക്ഷകൻ ആ കാട്ടിനുള്ളിൽ എനിക്ക് സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബോസും ടീമും കാണാതെ അർച്ചന ആ കാട്ടിനുള്ളിൽ വെച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ്. ഓടി ഓടി തളർന്നു വീഴുന്ന അർച്ചന ബോധം കെട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ആ രക്ഷകൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അർച്ചനയെ കാണുന്നത്. വേഗം തന്നെ അർച്ചനയുടെ അടുത്ത് പോയി അർച്ചനയെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാതെ അർച്ചന അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് അപ്പോഴത്തെ അർച്ചനയുടെ ആ അവസ്ഥ കണ്ട് ആ രക്ഷകൻ അർച്ചനയ്ക്ക് ശ്വാസം കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അർച്ചനയ്ക്ക് ബോധം വരുന്നുണ്ട്, എന്നാൽ കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അർച്ചനയും എടുത്തുകൊണ്ട് ആ രക്ഷകൻ പോവുകയാണ്. താൻ താമസിക്കുന്ന ആ ടെന്റിനുള്ളിലേക്കാണ് അർച്ചനയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അർച്ചനയോട് ആ രക്ഷകൻ തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് അർച്ചന അങ്ങനെ ഇരിക്കുകയാണ്. രക്ഷകൻ അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരം നിങ്ങൾ എന്റെ മുന്നിൽ മയങ്ങിക്കിടക്കുകയായിരുന്നല്ലോ എന്ന്. അർച്ചനയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവുന്നില്ല. താൻ അവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ലെന്നറിഞ്ഞ് അർച്ചന ആ രാത്രിയിൽ തന്നെ രക്ഷകൻ താമസിക്കുന്ന ആ ടെന്റിനുള്ളിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഓട്ട് പോകുമെന്നറിയാതെ അർച്ചന അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് കാട്ടാനകളുടെ സൗണ്ട് എല്ലാം കേൾക്കുന്നത്. അർച്ചന ആകെ പേടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ബാട്ടിലാണെങ്കിൽ എല്ലാവരും തന്നെ അർച്ചന എന്താണ് ഇത്രയും നേരം വരാത്തതെന്ന് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് അർച്ചനയെ കാണാത്തതിൽ ഇപ്പോഴും ചിന്നു വളരെ വിഷമത്തിലാണ്. ചിന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അമ്മാവന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയെ കാണാത്തതിൽ നിങ്ങൾ ആരും എന്താണ് അന്വേഷിച്ചു പോവാത്തത്? ചിന്നു ചോദിക്കുമ്പോ അനന്തനും മുകുന്ദനും അച്ചുവും അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, ചിന്നുവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചിയെ കാണാത്തതിൽ അനന്തനും മുകുന്ദനും അച്ചുവും കൂടി മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രുക്കുവിന് ഒരു കോൾ വരുന്നത്. ചന്ദ്ര തന്നെയാണ് അർച്ചന എത്തിയോ എന്നറിയാനായി വിളിക്കുന്നത്. ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം രുക്കു എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഈ കരിമലക്കുടിയിൽ രാത്രിയായാൽ കാട്ടാനക്ക് ഇറങ്ങുമെന്നാണ് കേട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ അനന്തനും മുകുന്ദനും അച്ചുവിനെല്ലാം ആകെ ദേഷ്യം വരുന്നുണ്ട്. അവരൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട്, 40-കാരിയായ വനിതാ വക്കീല് യുവാവായ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി. നാളെ ഇതായിരിക്കണം അവരിലും എത്തേണ്ട ന്യൂസ് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.